എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്ററിനെ കുറിച്ചാണ് അല്ലേ. അപ്പം എന്താണ് ശരിക്കും പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. മാത്രമല്ല ഈ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവുകോലാണ്. അതായത് 0 മുതൽ 14 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അളവുകോൽ. അതിലെ 7 സെൻട്രൽ നില അഥവാ 7 ന്യൂട്രൽ നില. 7 നിന്ന് ഏത് സബ്സ്റ്റൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മെഷറിങ്, അതൊരു അളവുകോലാണ്. അപ്പോൾ ഏത് സബ്സ്റ്റൻസിൻ്റെ ആണെങ്കിലും നമുക്ക് അത് ആസിഡ് ആണോ ബേസ് ആണോ അതോ ന്യൂട്രൽ ആണോ എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു അളവുകോലാണ് പി എച്ച്. മീറ്ററായിട്ട് നമുക്ക് പി എച്ച്. അതായത് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്തെ 7 എന്നത് ന്യൂട്രൽ നില അഥവാ സെൻട്രൽ നില. 7 നിന്ന് താഴോട്ട് പോകും തോറും, ഇപ്പം 7 കഴിഞ്ഞാൽ 6, 5, 4 അങ്ങനെ താഴോട്ട് പോകും തോറും ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും അസിഡിറ്റി കൂടി വരും. എന്നാൽ 7 നിന്ന് മുകളിലേക്ക് പോകും തോറും ഏത് സബ്സ്റ്റൻസിൻ്റെയും ക്ഷാരഗുണം അതായത് ബേസ് അത് കൂടി വരും. അപ്പം എന്നാൽ ഈ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ, ക്ഷാരവുമല്ല അമ്ലവുമല്ല, അതിൻ്റെ ന്യൂട്രലാണ്. അപ്പോൾ ഈ 7-ന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് ഏത് സാധനത്തിൻ്റെയും പി എച്ച് 7-ൽ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഒരു വെള്ളത്തിൽ നമുക്ക് മത്സ്യം നല്ല രീതിയിൽ വളരാനായിട്ട് ആ വെള്ളത്തിൻ്റെ പി എച്ച് 7 ആയിരിക്കണം. ഇനി കൃഷിയിടങ്ങളിലേക്ക് പോയിക്കോ, ഏത് കൃഷിയിടത്തിൽ ചെന്നാലും ഏത് ചെടി നല്ല രീതിയിൽ വളരാനും അവിടുത്തെ മണ്ണിൻ്റെ പി എച്ച് 7 ആയിരിക്കണം. ഇനിയിപ്പം മനുഷ്യരുടെ കാര്യം എടുത്താലോ, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ, നമുക്കറിയാം രക്തം എന്ന് പറഞ്ഞാൽ ഒരു ബഫർ സൊല്യൂഷനാണ്. അതായത് എപ്പോഴും 7-ൽ തന്നെ പി എച്ച് നിലനിർത്തിക്കൊണ്ട് അതിന് വേണ്ടി കാൽസ്യത്തെ നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുത്ത് അത് എപ്പോഴും ബഫർ സൊല്യൂഷനായിട്ട് സൂക്ഷിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ പല്ലിന് ക്യാവിറ്റി, അതോടൊപ്പം തന്നെ മുട്ടുവേദന, എല്ലുകൾക്കൊക്കെ തേയ്മാനമെല്ലാം വരുന്നത്. അതായത് കാൽസ്യം നമ്മുടെ പി എച്ച് ബാലൻസ് ചെയ്യാൻ, രക്തത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും കാൽസ്യം എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പം അതിനേലും താഴ്ന്നെന്നോർത്തോ, നമുക്ക് പി എച്ച് അതിനേലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ നമ്മൾ മനുഷ്യൻ തന്നെ കുഴഞ്ഞു വീണ് മരിക്കും. അതാണ് അതിലെ വാസ്തവം. അപ്പോൾ നമ്മൾ എപ്പോഴും പി എച്ച് 7 ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ ആണെങ്കിലും കൃഷിയിടങ്ങളിലെ ആണെങ്കിലും മനുഷ്യൻ്റെ ആണെങ്കിലും, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതാണ്ട് 70% വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ശുദ്ധിയായിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ പ്രധാന രോഗങ്ങളുടെ എല്ലാത്തിൻ്റെയും അതായത് ശരിക്കും പറഞ്ഞാൽ 90% രോഗങ്ങളുടെയും കാരണം നോക്കുമ്പോൾ ആസിഡിറ്റിയാണ്. ആസിഡിറ്റിയിൽ നിന്ന് തുടങ്ങുന്നതാണ് 90% രോഗം ആസിഡിറ്റി. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ആൽക്കലൈൻ വെള്ളമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ശരിക്കും ലുലു മോളിലൊക്കെ ചെന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഒരു വെള്ളത്തിന് 1 ലിറ്റർ വെള്ളത്തിന് 95-100 രൂപയൊക്കെയാണ് 1 ലിറ്റർ വെള്ളത്തിന്. ഞാൻ പറഞ്ഞ ഈ ന്യൂട്രൽ ആയിട്ടുള്ള വെള്ളത്തിന്. പക്ഷേ നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ഈ അക്വ പി എച്ച് ബൂസ്റ്റർ എന്നുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് തികച്ചും പ്രകൃതിദത്തമായ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മളുടെ കിണറുകളിലെയോ ടാങ്കുകളിലെയോ കുളങ്ങളിലെയോ നമ്മളുടെ ജലാശയത്തിലെ എല്ലാം പി എച്ചിനെ നമുക്ക് 7 ആക്കി നിലനിർത്താം എന്നുള്ളത്. അതായത് 7-ൽ കൂടാതെ 7-ൽ തന്നെ നിലനിർത്താം എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പം നമ്മൾ ഈ പി എച്ച് ചിലപ്പം നമുക്കറിയാം കുറഞ്ഞു വന്നാൽ എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കാം. ഞാൻ പറയാം ഈ നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം എടുക്കണം. വെള്ളത്തിൻ്റെ പി എച്ച് കുറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 1-2 ഞാൻ പറയും. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് അനാവശ്യമായ, അതായത് നമുക്ക് എവിടെയാണെങ്കിലും നമ്മളുടെ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രകൃതിയിൽ 70% ഉള്ളത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികളിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതുണ്ട്, ഉപദ്രവകാരികളായിട്ടുള്ളതുണ്ട്. ഈ ഉപദ്രവകാരികളായിട്ടുള്ള എല്ലാ സൂക്ഷ്മജീവികളും വളരുന്നത് പി എച്ച് കുറഞ്ഞ ഒരു
ഫീൽഡിലാണ്. മണ്ണിലാണേലും വെള്ളത്തിലാണേലും എവിടെയാണേലും ഈവൻ ബോഡിയിലാണേലും എവിടെയാണേലും pH കുറഞ്ഞു കഴിഞ്ഞാലാണ് അസിഡിക് ആയപ്പോഴാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ നമുക്ക് രോഗമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യർക്കും പ്രകൃതിക്കും ചെടികൾക്കും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സൂക്ഷ്മജീവികളും വളരുന്നത് ഈ പറയുന്ന pH കുറഞ്ഞ വെള്ളത്തിലോ മണ്ണിലോ ഏത് ഫീൽഡിലും ആയിരിക്കും. അപ്പം വെള്ളത്തിന്റെ pH 7 ആക്കുക എന്നുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളുടെ വെള്ളം എല്ലാം വളരെ രീതിയിൽ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു പൊല്യൂഷൻ നമുക്കറിയാം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും വേസ്റ്റിൽ നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കും ഒരു നമ്മളുടെ കിണറും തമ്മിൽ വേണ്ട അകലം ഒരു 15 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ സർവേ അനുസരിച്ച് ഒരു 7 മീറ്റർ പോലും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളപ്പൊക്കമുണ്ട്. അതായത് ശക്തമായ മഴ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മഴ വരുമ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകും. ഈ വെള്ളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഏറ്റവും പ്രതലം എപ്പോഴും സെയിം ആയിരിക്കും. മറ്റേ സോളിഡ്സ് പോലെയല്ല, വെള്ളം എപ്പോഴും ഉപരിതലം. അപ്പൊ കിണറിന്റെ ആണേലും ഇതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിലെ ആണേലും എല്ലാത്തിൻ്റെയും ആ ഉപരിതലം ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾക്കുടെ ടാങ്കുകളിലെയും ഓടകളിലെയും എല്ലാം വെള്ളവും നമ്മുടെ കിണറിലെ വെള്ളവും ഒക്കെ ആയിട്ട് നമുക്ക് അത് ജോയിന്റ് ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ കോളിഫോം ബാക്ടീരിയാസ് ഉണ്ട്. ഈ കോളിഫോം ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഈക്കോളി ബാക്ടീരിയ ഉണ്ട്. അതൊക്കെ ഈ നമ്മളുടെ വെള്ളത്തിൽ വന്നാൽ പോലും വെള്ളത്തിന്റെ pH 7 ആയാൽ അത് അവിടെ വളരൂല. മനസ്സിലായോ? പക്ഷേ അത് വെള്ളത്തിന്റെ pH കുറഞ്ഞ ഒരു വെള്ളമാണ്. ഇപ്പോൾ ഒരു 5.5 അല്ലെങ്കിൽ 3 ഉണ്ട്, പലയിടത്തും 3 ഉണ്ട്. അങ്ങനെയുള്ള വെള്ളത്തിൽ എന്ത് പറ്റും? ഇതേപോലെയുള്ള ബാക്ടീരിയകൾ പെട്ടെന്ന് വർദ്ധിക്കും. ഈ ബാക്ടീരിയകളാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈക്കോളി ബാക്ടീരിയാസിൽ നമുക്ക് പറയാം സാൻഡമൊല്ല, ഷിജില്ല, അങ്ങനത്തെ പല വളരെ മോശമായ ഒരുപാട് ബാക്ടീരിയകൾ ആ വെള്ളത്തിൽ വളരും. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വെള്ളം നമുക്കറിയാം മഞ്ഞപ്പിത്തം പോലെ പല രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയാസ്. ഇതെല്ലാം വളരുന്നത് pH കുറഞ്ഞ. എന്നാൽ ഈ pH നമ്മൾ 7-ൽ നിലനിർത്തുക എന്നോർത്തോ. അങ്ങനെ നിലനിർത്തിയാൽ ഈ പറയുന്ന ബാക്ടീരിയാസ് ഒന്നും അവിടെ വളരൂല. അതാണ് ഏറ്റവും, അത് അവിടെ വന്നാൽ പോലും അതവിടെ നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് pH 7-ൽ തന്നെ നിലനിർത്തുക എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് വേറൊരു തരം ബാക്ടീരിയസ് ഉണ്ട്. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. പലരുടെയും വെള്ളം നോക്കുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ ഒരു റെഡ് കളറിൽ പാട പോലെ കാണാം, ഇല്ലേ? അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന സ്രവമാണ്. അയൺ ബാക്ടീരിയാസ് എന്നാണ് അതിന് പറയുന്നത്. അത് അയൺ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലെ ഇരുമ്പിനെ ഭക്ഷിച്ച ശേഷം പുറത്തുവിടുന്ന ഒരു ദ്രവരൂപത്തിലുള്ള പദാർത്ഥമാണ് നമ്മുടെ ഈ വെള്ളത്തിന്റെ മുകളിൽ ഒരു പാട പോലെ വരുന്നത്. മനസ്സിലായോ? മാത്രമല്ല ഇത് ചത്ത ശേഷം ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ ആ വെള്ളത്തിനൊരു മണവും വരും. അത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ pH കുറഞ്ഞ വെള്ളത്തിലാണ് ഇതെല്ലാം വളരുന്നത്. ഈ ഇരുമ്പ് ബാക്ടീരിയ എന്നും പറയും, അയൺ ബാക്ടീരിയാസ് എന്ന് പറയും. ഇത് വളരാനായിട്ട് വളരെ കുറഞ്ഞ pH-ൽ വളരുന്ന ആണ് ഈ ബാക്ടീരിയാസ്. പിന്നെ അടുത്തതാണ് നമുക്കറിയാം സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയസ്. ആവശ്യത്തിന് സൾഫേറ്റ് വേണം, കിണറ്റിൽ വേണം. ആ സൾഫേറ്റിനെ നമ്മൾ ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഹൈഡ്രജനെ വലിച്ചെടുത്ത് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റുന്നു. മനസ്സിലായോ? അപ്പം നമുക്ക് സൾഫർ അവിടെ കുറയുകയും ചെയ്യുന്നു, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രജൻ സൾഫൈഡ് നമുക്കറിയാം, നമ്മൾ +2-നൊക്കെ പഠിച്ചു കാണും. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പം അതിന് റോട്ടൺ എഗ് സ്മെൽ എന്ന് പറയും. അതായത് ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ നമ്മളുടെ വെള്ളത്തിനും ആ ഒരു ചീഞ്ഞ മണം ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയകൾ ഈ വെള്ളത്തിൽ വളരുന്നത് കൊണ്ടാണ്. അത് എങ്ങനെയുള്ള വെള്ളത്തിലാണ് വളരുന്നത്? pH
കുറഞ്ഞ വെള്ളം, pH 7 ഉള്ള വെള്ളത്തിൽ ഒരിക്കലും ഈ ബാക്ടീരിയ വളരില്ല. ഈ 7ൽ കുറഞ്ഞ വെള്ളത്തിൽ വളരുന്ന ഇതാണ് ഈ ബാക്ടീരിയകൾ. അതുകൊണ്ടാണ് ഈ ഭൂഗർഭ ജലങ്ങളിൽക്കൊക്കെ പലപ്പോഴും ചീഞ്ഞ ഒരു മണം കാണാം ഇല്ലേ? പലരും പറയുന്നുണ്ട് വെള്ളത്തിന് ഭയങ്കര മണമാണ്. ഇതിലെല്ലാം പ്രധാന കാരണം ഈ ഹൈഡ്രജൻ സൾഫൈഡിന്റെ മണം, ചീഞ്ഞ മുട്ടയുടെ മണം വരുന്നതാണ്. അത് നമുക്ക് 100% അവിടെ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ്, അതായത് SRB എന്ന് പറയും, അവ അവിടെ ഉണ്ട്. അതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ അടുത്ത വേറൊരു പ്രശ്നമാണ്, അതാണ് ഈ ചീഞ്ഞ മണം വരുന്നത്. വെള്ളത്തിൽ ഈ പല തരത്തിലുള്ള ബാക്ടീരിയാസുകൾ വന്ന് ആ വെള്ളത്തിന് ഒരു അഴുക്ക് മണം, ചീഞ്ഞ മണം വരും. നമുക്കറിയാം തൊണ്ട് ചെയ്യാനിടുമ്പോൾ, അതുപോലെ തന്നെ ഈ ഓല ചെയ്യാനൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും വെള്ളത്തിനൊരു ചീഞ്ഞ മണം വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചീത്തതരം നമുക്ക് ഉപദ്രവകാരികളായ ബാക്ടീരിയകൾ അവിടെ വളരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെയുള്ള പല സാധനങ്ങളും ചീഞ്ഞ് വരുന്ന വെള്ളത്തിന് മണം വരാനുള്ള ഒരു പ്രധാന കാരണം ആ വെള്ളത്തിൽ നമുക്ക് pH കുറയുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്കറിയാം അടുത്ത പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അസിഡിക് ആകുക എന്നുള്ളതാണ്. ഏതൊരു സാധനം ആസിഡ് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊണ്ടിട്ടാലും അത് ഡിസോൾവ് ആവും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ആസിഡ് ലായനി, ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള ഒരു ലായനിയിൽ എന്ത് കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അവിടെ ആ വെള്ളത്തിനോട് ഒന്നിച്ച് കലങ്ങും. അതുപോലെ തന്നെയാണ് നമ്മൾ pH കുറഞ്ഞ, അസിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു pH കുറഞ്ഞ വെള്ളം എന്നാണ് അസിഡിക് ലായനി, അസിഡിക് ആയിട്ടുള്ള വെള്ളം. അതിലേക്ക് നമുക്ക് ഹെവി മെറ്റൽസ് ഉണ്ട്. പലതരം ഹെവി മെറ്റൽസ് ആണ് പലപ്പോഴും മനുഷ്യന് പല രീതിയിലുള്ള രോഗങ്ങൾ, ഈവൻ ക്യാൻസർ തൊട്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ വരെ പല രോഗങ്ങളും, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല പല രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി മെറ്റൽസ് നമ്മുടെ മണ്ണിലും അതോടൊപ്പം തന്നെ നമ്മളുടെ വെള്ളത്തിലും കലങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലെഡ് ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ക്രോമിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, മെർക്കുറി ഉണ്ട്, കാഡ്മിയം ഉണ്ട്. മെർക്കുറിയൊക്കെ അറിയാലോ, നമ്മുടെ ഈ ബൾബിനകത്ത് നിന്നൊക്കെ വരുന്ന ഒരു അതുപോലെ തന്നെ തെർമോമീറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഈ മെർക്കുറി. ഇതുപോലത്തെ ഒരുപാട് ഹെവി മെറ്റൽസ് നമ്മളുടെ വെള്ളത്തിൽ, അതായത് അസിഡിക് ആയിട്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കലങ്ങുന്നു. ആ കലങ്ങുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കും ഈ ഹെവി മെറ്റൽസ് വരികയും നമ്മൾക്ക് ക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉടനെയല്ല, ക്രമേണ നമ്മൾ പല രോഗങ്ങൾക്കും അടിമകളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് pH ബാലൻസ് ചെയ്യുക. മണ്ണിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ pH ബാലൻസ് ചെയ്താൽ തന്നെ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം വെള്ളത്തിൻ്റെ pH നമ്മൾ 7ലാക്കി, ആ ആക്കിയ വെള്ളം കൊണ്ടുപോയി നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് കൊടുത്തെന്നോർത്തു. അപ്പോൾ എന്തോ ഗുണം? ആ കൃഷിയിടങ്ങളിലെ pHും 7 ആക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറ്റും? അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മജീവികളുടെയാണ് ഈ പ്രപഞ്ചം തന്നെ സൂക്ഷ്മജീവികൾ കൊണ്ട്. അപ്പോൾ ഞാൻ 7ൽ കുറവ്, അതായത് pH 7ൽ കുറഞ്ഞ, അതായത് അസിഡിക് ആയിട്ടുള്ള മണ്ണിലാണെങ്കിലും ഒരുപാട് സൂക്ഷ്മജീവികൾ വളരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഉപദ്രവകാരികളാണ്. അസിഡിക് ആയിട്ടുള്ളിടത്ത് വളരുന്ന എല്ലാം തന്നെ ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, ഇവയെല്ലാം നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രകൃതിയിലെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കും മണ്ണിനും എല്ലാം ചെടികൾക്കും എല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസും ഫംഗസും വൈറസും ഒക്കെയാണ് ഈ pH കുറഞ്ഞ മണ്ണിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഗുണം? നമ്മൾ ഈ pH 7 വെള്ളം കൊണ്ട് നമ്മൾ നനച്ചെന്നോർത്തു. അപ്പോൾ എന്താ എന്നുവെച്ചാൽ ഒരു തവണയല്ല, പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ മണ്ണിൻ്റെ pH നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7ൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപദ്രവമുള്ള അല്ലാത്ത നമുക്ക് ഉപകാരപ്രദമുള്ള മാത്രം ബാക്ടീരിയസുകളാണ് അവിടെ. നമ്മൾ ഇപ്പോൾ ഒരു കൃഷിയിടത്തിലേക്ക് എന്തെങ്കിലും ഒരു ജൈവികമായി എന്തെങ്കിലും കൊണ്ട് ഇട്ടെന്ന് ഓർത്തോ, നമ്മളിപ്പം കരിയിലയോ ചീഞ്ഞ സാധനങ്ങളോ എന്തുകൊണ്ട് കൊടുത്താലും അത് അവിടെ ബാക്ടീരിയാസ് പ്രവർത്തിച്ചാൽ മാത്രമേ അതവിടെ അഴുകി ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാകുള്ളൂ. മനസ്സിലായോ? അപ്പം നമുക്ക് ഉപകാരപ്രദമായ
സൂക്ഷ്മജീവികൾ വളരാനായിട്ട് ആ മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. നമ്മൾ ഇടുന്ന ഏത് ജൈവാംശത്തെയും വെള്ളത്തോട് ചേർത്ത് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നത് ആരാണ്? ഞാൻ ഈ പറഞ്ഞ 7 മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന നമ്മൾ pH 7 കൊണ്ടുവന്നിട്ട് ആദ്യമേ കൃഷി തുടങ്ങണം. പലപ്പോഴും കൃഷിയുടെ കാര്യം പറയുമ്പം നമുക്ക് കൃഷിഭവനിൽ നിന്നും പലപ്പോഴും പറയും നമ്മൾ കുമ്മായം ഇട്ട് pH ബാലൻസ് ചെയ്താൽ മതി എന്ന്. പക്ഷേ കുമ്മായം ഇട്ടല്ല pH ബാലൻസ് ചെയ്യണം. കുമ്മായം ഇട്ടാൽ 2-3 കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റിയത്, കുമ്മായം ഇടുമ്പോൾ അവിടെയുള്ള നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ അവിടെ നശിച്ചു പോകുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യമേയും നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടത്തെ ഓൾറെഡി കിടക്കുന്ന വളമെല്ലാം നിർവീര്യമായിപ്പോകും. പിന്നെ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എപ്പോഴേ നമ്മുടെ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വേര് വെന്തു പോകുന്നു. പെട്ടെന്ന് അതങ്ങോട്ട് കൂടുന്നു. നമ്മൾക്ക് ഒരു 11 വരെയൊക്കെ പെട്ടെന്ന് കൂടാം. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് താന്ന് നമ്മൾ എത്രയിലാണോ ഇരുന്ന് അവിടെ വന്ന് നിൽക്കും. അതായത് ഇപ്പം 4.5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അത് 4.5 തന്നെ വന്ന് പെട്ടെന്ന് ഏതാണ്ട് ഒരു 40-45 ദിവസത്തിനോളം തന്നെ ആ pH തന്നെ വന്ന് നിൽക്കും. അതൊക്കെയാണ് ഈ കുമ്മായം ഉപയോഗിച്ച് ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ pH ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾ വളരുകയും അതോടൊപ്പം തന്നെ കൃഷിയിൽ ഞാൻ ഇതിനകത്ത് ഉള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് 3 സാധനങ്ങളാണ് ഉള്ളത്. അതായത് ഒന്നാമത് നമുക്കിതിനകത്ത് കാൽസ്യം കാർബണേറ്റ്, രണ്ടാമത് മഗ്നീഷ്യം, മൂന്നാമത് ഇതിനകത്തുള്ള സിലിക്ക. ഈ 3 സാധനങ്ങളും നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ പല്ലിനും എല്ലിനും എല്ലാം വേണ്ടതാണ് കാൽസ്യം. അതുപോലെ മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ ഏറ്റവും വേണ്ട ഒരു മൂലകം തന്നെയാണ്. ഇഞ്ചിയൊക്കെ കഴിക്കാൻ എപ്പോഴും പറയും എല്ലാവരും. അതായത് പിന്നെ അതോടൊപ്പം തന്നെ സിലിക്ക, ഹാർട്ടിനൊക്കെ ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ് സിലിക്ക. അപ്പോൾ നമ്മളുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തികച്ചും പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഒരു പ്രത്യേകതരം പാറ പൊടിച്ച് ശുദ്ധീകരിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് മണമോ, ശരിക്കും കണ്ടാൽ നല്ല വെള്ള അയഡൈസ്ഡ് സോൾട്ട് പോലെ ഇരിക്കണം. ഇതിന് പ്രത്യേകിച്ച് മണമോ ഒന്നുമില്ല. നമ്മളിത് തീർത്തും പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്തുള്ള കണ്ടന്റുകൾ ഇത്രയാണുള്ളത്. ഇതിന് ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. മാത്രവുമല്ല ഇത് FSSAI അംഗീകരിച്ച ഒരു പ്രോഡക്റ്റ് കൂടെ തന്നെയാണ്. നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് എഡിബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെയാണ് ആ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റും കൂടിയുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു അമൂല്യമായ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. ആ പേര് പോലെ തന്നെ വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യുവാനുള്ള ഒരു പ്രോഡക്റ്റാണ്. പലപ്പോഴും പലരും ഈ pH ബാലൻസ് ചെയ്യാനായിട്ട് കക്ക ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? പലരും ചെയ്യുന്ന പച്ച കക്ക പൊടിച്ചത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ചാലത്തെ 2-3 കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെയും കായലിലെയും എല്ലാം വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്ന സാധനമാണ്. ഈ ഞൗണിക്ക, കക്ക, കല്ലുമക്ക, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സാധനങ്ങൾ ഈ കടലിൻ്റെയൊക്കെ ഏറ്റവും അടിയിൽ ആണ് അത് വളരുന്നത്. അത് വളർന്നിട്ട് അതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിസിറ്റി വലിച്ച് അതിൻ്റെ ബോഡിയിലും അതിൻ്റെ ഷെല്ലിലും ശേഖരിച്ചു വെക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് പലതരം ഹെവി മെറ്റൽസ് ഉണ്ട്, ടോക്സിസിറ്റിയും ഉണ്ട്. നമ്മളിപ്പം ഒരു അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ കക്ക കൊണ്ട് ഇടുന്നതെന്ന് ഓർത്തോ, കക്ക പൊടിച്ചത് ഇടുന്നതെന്ന് ഓർത്തോ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് അസിഡിക് ആയിട്ടുള്ള വെള്ളമാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ഇത് കൊണ്ട് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹെവി മെറ്റൽസ്, ഇതിനകത്തുള്ള ഹെവി മെറ്റൽസും ഇതുപോലെ ടോക്സിസിറ്റിയും എല്ലാം ആ വെള്ളത്തിലേക്ക് കലരും. എന്നാൽ ഇത് നമ്മളൊരു കൃഷിയിടത്തിലേക്ക് ഇട്ടെന്നോർത്തോ പ്രശ്നം വരൂല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു
പ്ലാന്റിനറിയാം നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത്, അത് വലിച്ചെടുക്കൂല. നേരെ മറിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അങ്ങനെ അല്ലല്ലോ. അത് ചുമ്മാ വെറുതെ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് അസിഡിക് ആയിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് നമ്മളിതങ്ങ് ഇടുമ്പോൾ അത് ചുമ്മാ അവിടേക്ക് നല്ല രീതിയിൽ കലങ്ങി അതെല്ലാം അതിനകത്തേക്ക് കളഞ്ഞു. ഇത് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല നമുക്കറിയാം ഒരു ജീവിയുടെ വേസ്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ അത് ഇടുന്നതുകൊണ്ട് ഒരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഉചിതമായതും FSSAI അംഗീകരിച്ചതും എന്നാൽ ടെസ്റ്റ് റിസൾട്ട് ഉള്ളതുമായ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അക്വാ PH ബൂസ്റ്റർ. ഇത് ഉപയോഗിക്കുക വഴി നമ്മളുടെ മനുഷ്യനും വെള്ളത്തിലുള്ള മീനുകൾക്ക് അതുപോലെ തന്നെ എല്ലാത്തിനും ഏറ്റവും ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല കൃഷിക്കാരുണ്ട്. അതായത് പശുവിനെ വളർത്തുന്നവരുണ്ട്, കോഴിയെ വളർത്തുന്നവരുണ്ട്, താറാവിനെ ഇവരുടെ എല്ലാം ഒരു വലിയ പ്രശ്നമാണ് അവരുടെ ഇപ്പൊ കോഴി വളർത്തുന്നവരുടെ അവരുടെ മുട്ടത്തോട് ഉറയ്ക്കാതെ മുട്ടയിടുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ പശുക്കൾ, പാല് കറക്കുന്ന പശുക്കൾക്കൊക്കെ പലപ്പോഴും അത് വീണു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. എല്ലാവരും എന്ത് ചെയ്യും, കാൽസ്യത്തിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നാൽ നമ്മളുടെ ഈ അക്വാ PH ബൂസ്റ്റർ ഉപയോഗിച്ച് ഇട്ട വെള്ളം സ്ഥിരമായിട്ട് ഈ കോഴികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പശുവിനും അതുപോലെ മൃഗങ്ങൾക്കും നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലെന്നുള്ള ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ അക്വാ PH ബൂസ്റ്റർ വെള്ളം ഉപയോഗിച്ചുള്ള കൃഷി നടത്തുവാണെങ്കിൽ ചെടികൾക്ക് വേണ്ട ഏതാണ്ട് എല്ലാ പോഷണങ്ങളും വലിച്ചെടുക്കുവാനുള്ള കഴിവ് അത് ചെടിക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ട ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ വളരാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന ശരിയാക്കി വായു സഞ്ചാരം ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഈ അക്വാ PH ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കൃഷിയിടങ്ങളിലെ എല്ലാം മണ്ണ് അസിഡിക്കാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ആവർത്തന കൃഷി, രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ അമിത മഴ എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ pH 5.5 ഏകദേശം അത്രയൊക്കെയാണ്. അങ്ങനെയുള്ള ധാരാളം വെള്ളം ഇങ്ങോട്ട് മണ്ണിലേക്ക് വരുമ്പോഴേക്കും അവിടുത്തെ pH കുറയുന്നു. ഇതുകൊണ്ടൊക്കെ പ്രധാനമായിട്ടും മണ്ണ് തന്നെ നശിച്ചു. അതുകൊണ്ട് പലപ്പോഴും ഈ മണ്ണിൽ പലതരത്തിലുള്ള നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ വളരുന്നു. അതാണ് ഇപ്പം ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇതെല്ലാം ചെടികളെ ആക്രമിച്ച് ചെടികൾ വാടിപ്പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്തു. ഇപ്പൊ ഫംഗസ് വന്നോ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കും. പക്ഷേ ഫംഗിസൈഡ് നമ്മൾ കൊടുത്താൽ പോലും അത് അപ്പോഴേക്കും ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം അതൊരു സേഫ് ആയിട്ടിരിക്കുമെങ്കിലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും. കാരണം ഈ മണ്ണിൽ മുഴുവനും ഉപദ്രവകാരികളായിട്ടുള്ള ഫംഗസ് വളർന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ pH ബാലൻസ് ചെയ്താൽ മാത്രമേ ഇത് ഇങ്ങനെ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളെ അവിടെ വളർത്താതെ ഉപകാരികളായ സൂക്ഷ്മജീവികളെ വളർത്താനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ അക്വാ PH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും ബെനിഫിറ്റ്സ്. അപ്പം നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എല്ലായിടത്തെയും നമുക്ക് പ്രധാനമായിട്ട് അക്വാ PH ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. നമ്മളത് കുടിക്കുന്ന വഴി മനുഷ്യരുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ മണ്ണിൽ വളരുന്ന ചെടികളുടെ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത് ചെടികളെ നമുക്കറിയാം. ഈ വെള്ളം ഉപയോഗിച്ച് ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരു ചെടിയിലേക്ക് നമ്മൾ ഈ വെള്ളം കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് കാണാൻ പറ്റും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റും സിലിക്കയും അതോടൊപ്പം തന്നെ മഗ്നീഷ്യം എന്ന് പറയുന്നതാണ്
ഏത് ചെടിയിലെയും ഏറ്റവും കൂടുതൽ ഹരിതകം ഉണ്ടാക്കുന്ന ഒരു മൂലകം. നമുക്കറിയാം ഏത് ചെടിയുടെയും മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ചെടികൾ ഈ മഞ്ഞളിച്ചിരിക്കും. മനസ്സിലായ? ഫംഗസ് കൊണ്ടും വരാം. പക്ഷെ മഞ്ഞളിപ്പിന്റെ ഏറ്റവും പ്രധാന കാരണം ഹരിതകം നഷ്ടപ്പെട്ട് മഞ്ഞളിച്ചിരിക്കുന്നത് അതിനകത്ത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മഗ്നീഷ്യം പലപ്പോഴും കൊടുക്കാറുണ്ട്. എപ്സം സോൾട്ടൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഈ പ്രോഡക്റ്റിൽ 20% മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നരച്ച് അതല്ലെങ്കിൽ മഞ്ഞളിച്ച് ഒക്കെ നിൽക്കുന്ന പ്ലാന്റ്സിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് നല്ല പച്ചപ്പാവുകയും അതോടൊപ്പം pH നന്നായിട്ട് വരികയും ചെടി ആവശ്യമുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയും അവിടെ സൂക്ഷ്മജീവികൾ വളർന്ന് മണ്ണിര ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ വളർന്ന് ആ ചെടിക്കും ഭയങ്കര നല്ല ഗുണം ചെയ്യാനും ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അക്വ pH ബൂസ്റ്റർ കൊണ്ട് നമുക്ക് ഉള്ള ഗുണങ്ങൾ. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, പറഞ്ഞോളൂ. ഞാൻ ഓൺ ആക്കിയതാണ്. ആർക്കില്ലേ സംശയം? അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും കൂടി ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു 1000 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ എന്നുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് ജലാശയങ്ങളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ജലാശയം ഐ മീൻ നമുക്കറിയാം 2 തരം ഇതാണുള്ളത്, വെൽസ് ആണുള്ളത്, ഓപ്പൺ വെല്ലും ബോർവെല്ലും. അപ്പൊ ഈ ബോർവെല്ലുകളിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്കറിയാം അത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ ടാങ്കിലേക്ക് വെള്ളത്തിനെ കളക്ട് ചെയ്തിട്ട് അവിടെയാണ്. അപ്പം നമ്മൾ അതാ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു മെഷർമെന്റ് വെക്കുമ്പോൾ ഒരു 1000 ലിറ്ററിനേക്ക് നമുക്ക് 1 കിലോ വെച്ച് കൊടുക്കാം. ആ ഒരു റേഷ്യോയിൽ നമുക്ക് കണക്ക് കൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കിണറിലേക്ക് ആകുമ്പോൾ നമ്മൾ ഏകദേശം പറയുന്നത് 10 കിലോയാണ്. അതിനകത്തെ 5 കിലോ നമ്മൾ പൊട്ടിച്ച് അതിലേക്ക് തന്നെ നമുക്ക് വിതറിയോ അതല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇത് ഇട്ടിട്ട് കലക്കി കുറച്ച് എയറേഷൻ കൊടുക്കണം നല്ലതാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പായല് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പിടിക്കുന്നത് നമ്മൾ അനങ്ങാതിരിക്കുന്ന വെള്ളത്തിൽ. അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി എല്ലാം കൊടുത്ത് ആ വെള്ളത്തിലേക്ക് ഒന്ന് കലക്കി ഇട്ട് കൊടുക്കുക. ബാക്കി ഒരു 5 കിലോ ഉള്ളത് നമ്മൾ ബാഗായിട്ട് തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കിടക്കണം നിർബന്ധമായിട്ട്. അത്രയും താഴ്ചയിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ആ കയർ കെട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതും കൂടുതൽ അത് ഡിസോൾവ് ആകാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോ കുളത്തിലേക്കാണെങ്കിൽ നമുക്ക് ഒരു 25 കിലോ ഇട്ട് കൊടുക്കണം. ഹലോ മാം, നമ്മളിത് ഞാൻ കട്ടപ്പനയിലാണ്. ഞാൻ പറഞ്ഞോളൂ. നമ്മൾ ഈ 1000 ലിറ്ററിന് 1 കിലോ ഇടുന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് എത്ര നാള് നിൽക്കും? ഇത് എത്ര നാളത്തേക്ക് നമ്മളിത് കാണും? ഇത് എത്ര, 1 മാസത്തേക്കാണോ 2 മാസത്തേക്കാണോ? ഇത് അടിക്കുമ്പോ ഇത് അനന്തരന്ന് പോകുമല്ലേ വെള്ളം? ഇത് അതെങ്ങനെയാ ഇതിന്റെ? അതായത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായോ? നമ്മൾ 1000 ഇതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അത് അതിലേക്ക് ഫുൾ ഇറങ്ങി ആ pH ബാലൻസ് ആയി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മുഴുവൻ വെള്ളം തീർക്കാതെ ടാങ്കിൽ എപ്പോഴും കുറേ വെള്ളം കിടക്കണം. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ്. പിന്നെ നമ്മളിത് എന്താന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടിക്കെട്ടി. ചിലപ്പോൾ 6 മാസം ആകാം, ചിലപ്പോൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ അത് ഇട്ടാൽ പോലും നമുക്ക് നല്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 7ൽ കൂടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ ഇട്ടാൽ കൂടുതൽ നാളത്തേക്ക് pH ബാലൻസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അനുസരിച്ചിരിക്കും. അപ്പൊ
അപ്പൊ നമുക്ക് ഒരു പാക്കറ്റിന് 240 രൂപ വെച്ച് കിട്ടുന്നത്. അപ്പൊ നമ്മ ഇത് 50 കിലോ ഒന്നിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ വാങ്ങിക്കണം? അത് സുഗിത പറഞ്ഞു കൊടുത്തോളൂ. മാം പ്രൈസ് ലിസ്റ്റ് മാമിന് അയച്ചിട്ടുണ്ടോ? കിട്ടിണ്ടാവുമല്ലോ. കിട്ടിയിട്ടില്ല. പ്രൈസ് ലിസ്റ്റ് അയച്ചുതരാട്ടോ. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ ചോദിക്കേ. ഇത് നമ്മൾ ഏലത്തിനൊക്കെ തളിക്കുകയാണെങ്കിലേ ഏലത്തിന് എത്ര അറിയാവോ? അതായത് ഏലത്തിന് അങ്ങനെ തളിക്കുവല്ല ചെയ്യേണ്ടത്. ഇത് ശരിക്കും വാട്ടറിങ്, അത് വെള്ളം നനയ്ക്കണം. ചെടിയിലേക്ക്, ചെടിയുടെ ചോട്ടിലും ചെടിയുടെ ഇലകളിലും എല്ലാം തളിക്കുവല്ല ചെയ്യേണ്ടത്. ഇതൊരു ചുമ്മാ ഒരു സ്പ്രേ ചെയ്യുന്ന സാധനമല്ല. നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് ധാരാളം വെള്ളം അതങ്ങോട്ട് ഒഴിച്ച് ചോടൊക്കെ നനയുന്ന രീതി കൊടുക്കേണ്ട സാധനം തന്നെയാണ്. അപ്പൊ ഇത് ഏതെങ്കിലും മരുന്നിന്റെ ഒക്കെ കൂടെ അടിക്കാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. എന്നോട് ഒരാൾ ചോദിച്ചെന്നേ, ഞാൻ ഇതിനെ പറ്റി പറഞ്ഞു. അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ ഇത് ഇട്ടിട്ട് അടിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. ആ സാധനങ്ങൾ അവിടെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് കലർത്തിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ജീവാണു വളങ്ങളൊക്കെ ആ രീതിയിലുള്ള വെള്ളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തുമില്ല. നമ്മൾ ഈ ഇതുപോലെയുള്ള വെള്ളത്തിൽ കൊടുത്താലേ അതവിടെ സസ്റ്റെയിൻ ആവുള്ളൂ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോട്ടോ. സഹദേവൻ സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. സജിത, ഞാൻ ഇവിടെ റിക്വസ്റ്റ് അയക്കുന്നത് ജോഷി. സഹദേവൻ സാർ സംസാരിച്ചോളൂ. മാഡം, ഞാൻ കുറച്ച് സമയം വൈകിട്ടാണ് കേറിയത്. ഇതിൽ എന്താണ് ഇൻഗ്രീഡിയന്റ് എന്ന് അറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഒരു പറയാം. അതിനിപ്പോ എന്താണ്, അതായത് നമ്മളുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 സാധനങ്ങളാണ് ഉള്ളത്. അതായത് കാൽസ്യം കാർബണേറ്റ് ഒന്ന്, അതാണ് ഈ pH ബാലൻസ് ചെയ്യുന്നത്. രണ്ടാമത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ ബോഡിയിൽ ഏറ്റവും വേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളിലെ ഈ മഞ്ഞളിപ്പ് വരുന്നത് ഹരിതകം കുറയുന്നത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അത് രണ്ടാമത്. മൂന്നാമത്തെ സാധനം നമുക്ക് ഇതിനകത്തുള്ള സിലിക്ക. ഇത് മണ്ണിൽ സിലിക്ക എന്ന് വെച്ചാൽ അറിയാം, മണ്ണിന്റെ തന്നെ ഒരു ഭാഗമാണ് സിലിക്ക. അപ്പോൾ അത് നമ്മുടെ ബോഡിക്കും വേണ്ടതാണ്, നമ്മുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ്. ഈ 3 സാധനങ്ങൾ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. ഞാനത് അറിയാൻ വേണ്ടി. പിന്നെ അത് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ സുഗതയുടെ അതിൽ വാട്സാപ്പിൽ ചോദിച്ചോളാം. ഓക്കെ. പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജോഷി സാർ മ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. മാഡം, ഞാൻ എറണാകുളത്ത് വിളിക്കണേ. ഞാൻ എന്റെ ഇന്നൊരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരാൾ വിളിച്ചതാണ്. അതായത് അയാൾ ചോദിച്ചത്, അയാളുടെ വീട്ടിലെ കിണറിലെ വെള്ളത്തിന് ലവണാംശമുണ്ട്, അത് ഉപ്പരസമുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഉപ്പരസം മാറ്റാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഉപ്പാണോ? അതെ അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകള് പലരും പല റിസൾട്ടാ പറയുന്നത്. സത്യത്തില് ചിലര് പറയുന്നുണ്ട് ഞങ്ങളുടെ വെള്ളത്തിന്റെ മണം പോയി, വേറെ ചിലര് പറയുന്നത് ഞങ്ങളുടെ വെള്ളത്തിന്റെ കലക്കല് പോയി, വേറെ ചിലര് പറയുന്നത് ഞങ്ങളുടെ വെള്ളത്തിന്റെ ചൊവ നല്ല രീതിയിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ റിസൾട്ടാണ് നമുക്ക് ശരിക്കും അതിശയിപ്പിക്കുന്ന റിസൾട്ടാ. പലരും പലതാണ് പറയുന്നത്. എല്ലാവർക്കും പല നല്ല നല്ല ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ ഈ ഉപ്പുവെള്ളത്തിൽ, ശരിയായിട്ടുള്ള ഉപ്പുവെള്ളം, കടൽ വെള്ളത്തിലൊന്നും ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവൂല. കാരണം അതിനകത്ത് കടൽ വെള്ളത്തിൽ നമുക്കറിയാം ഒരുപാട് ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സാറേ, അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലയിടത്ത് ശരിയാവുന്നുണ്ട്. എന്തോ അതായത് ടെസ്റ്റ് റിസൾട്ട് ഒരുപാട് പേര് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടിയൊക്കെ ഉള്ളത് ആളുകളോട് ഉണ്ട്. അതായത് നിങ്ങൾ തന്നെ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ 65 പേരുണ്ട്. ഈ 65 പേരിൽ ഇത് യൂസ് ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഇത് കൊടുത്തവർ കുറെ പേര് കാണും. അപ്പൊ ഈ യൂസ് ചെയ്തവരും കൊടുത്തവരും എല്ലാം അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ ടെസ്റ്റിമണി.
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട് ഒത്തിരി പേര് ഇപ്പം ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ കൊടുത്ത ഒരാൾ നല്ല റിസൾട്ട് പറഞ്ഞത്, പിന്നെ ഒരുപാട് ഒരു ആലപ്പുഴയിൽ നിന്നുള്ളതുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒത്തിരി പേര് റിസൾട്ട് പറയുന്നുണ്ട്, ഒത്തിരി ഒത്തിരി ഒത്തിരി. അതാ ഞാൻ പറഞ്ഞത് പലർക്ക് പല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അതായത് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്ക് പല പ്രശ്നങ്ങളാണല്ലോ. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചൊവയായിരിക്കും, ചിലർക്ക് പുളിപ്പായിരിക്കും, മറ്റു ചിലർക്ക് കലക്കലായിരിക്കും, എന്നാൽ വേറെ ചിലർക്ക് pH കുറഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലരുടെ ഹെവി മെറ്റൽസ് ഇങ്ങനെ മുഴുവനും കഴിഞ്ഞിട്ട് കടുപ്പം വെള്ളമുണ്ട്, ഹെവി വാട്ടർ എന്ന് പറയും, അതായത് കലങ്ങത്തില്ല, അതായത് ആ വെള്ളത്തിൽ ഹെവി മെറ്റൽസ് കലങ്ങി ഹാർഡ് വാട്ടർ ആയിട്ട് കിടക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങളാണ്. പലർക്കും പല റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പലതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചിലർക്ക് ഇരുമ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പിൻ്റെ ബാക്ടീരിയ വന്നിട്ട് ആ വെള്ളത്തിൻ്റെ മോള് മുഴുവൻ ചുമന്ന പാട വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വേറെ ചിലരുടെ റോട്ടൺ സ്മെല്ല് വരുന്നുണ്ട് അല്ലേ, എന്താ മുട്ട ചീഞ്ഞ മണം, ചിലരുടെ വേറെ കലക്കൽ മണം. ഒരാൾ എന്നോട് പറഞ്ഞു കലക്കൽ മണം മാറി കിട്ടിയെന്ന്. അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പലർക്കും അവരുടെ വെള്ളത്തിന്റെ ഇതനുസരിച്ച് പ്രോബ്ലം അനുസരിച്ച് പലർക്കും പല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇപ്പോഴും ടെസ്റ്റിൽ വെച്ചേക്കുവാണ്. അപ്പം ഒന്ന് ചെറുതായിട്ടുള്ള ഒരു പുളിപ്പുള്ള വെള്ളത്തിൽ ഈ സാധനം ഇട്ടിട്ട് ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് ഒരു 4 ദിവസം കൊണ്ട്. കൂടുതൽ പുളിപ്പുള്ളതിൽ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം അതിന്റെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റിംഗ് ഫോർ അനദർ 2 more days. അപ്പം അത് എങ്ങനെ അത് ക്ലിയർ ആവും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലുള്ളിടത്ത് കൂടുതൽ ഇടണം ഈ പ്രോഡക്റ്റ്. ഓക്കെ, അതാണ് ഞാൻ രണ്ടാമത് വീണ്ടും കുറച്ചുകൂടി അതിന്റെ അകത്ത് ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഒരു സ്പൂണിലൂടെ ഇട്ടിട്ട് ഞാൻ നോക്കി. പിന്നെ എല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഉപ്പുവെള്ളത്തിൽ കൊണ്ട് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ അത് ഉപ്പുവെള്ളത്തിൽ എഫക്ട് ആവുന്നില്ല. ആവത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഉപ്പ് ആവത്തില്ല. ഉപ്പുവെള്ളത്തിലാവുന്നില്ല. ഞാനത് ഉപ്പിട്ടിട്ട് നോക്കിയപ്പോ അതിന് വലിയ കാര്യം ഉണ്ട്, ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് കാണുന്നില്ല. പക്ഷെ ഈ മറ്റേ പുളിപ്പുള്ള വെള്ളത്തില് എന്നോട് പലരും ചോദിച്ചിരുന്നു പുളിപ്പുള്ള വെള്ളം ശരിയാവുന്നതായിട്ട് ഒരുപാട് പേര് റിസൾട്ട് പുളിപ്പുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈൻ കൂടുതലുള്ളത്, അസിഡിക് ആയിട്ടുള്ളത്. പുളിപ്പെന്ന് പറഞ്ഞാൽ അസിഡിക്ക് പുളിപ്പല്ലല്ലോ വരുന്നത്. ആണ്, അസിഡിക്കാണ് പുളിപ്പ്. ആൽക്കലൈനോ? ആൽക്കലൈൻ പോലെയുള്ള ആൽക്കലൈൻ അല്ലേ? ഏതാ? ഇല്ല, അത് അസറ്റിക് ആസിഡ് ആണ് സാറേ. ഇത് നമ്മൾ സാറ് പറയുന്ന വിനാഗർ അല്ലേ, വിനാഗിരി, അസറ്റിക് ആസിഡ്. അപ്പൊ അതില് കുറയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരു ചെറുതായിട്ടുള്ള ഒഴിച്ചു കഴിഞ്ഞപ്പോ അതിന് വ്യത്യാസം കണ്ടു. പക്ഷെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞപ്പോ അതിൻ്റെതായുള്ള വേരിയേഷൻ കണ്ടിട്ടുണ്ട്. ഹാർഡ് വാട്ടർ എന്ന് പറയും, അതായത് ഹാർഡ് വാട്ടർ ഉള്ള കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. സോപ്പ് പതയില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരാണ് സയന്റിസ്റ്റ് ആവേണ്ടത്. നിങ്ങൾ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ റിസൾട്ട്. ഇപ്പൊ സാറിനെ സംബന്ധിച്ച് സാർ ഒരു നല്ല സയന്റിസ്റ്റ് ആയിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ അതുപോലെ മറ്റുള്ളവരും അവരവരുടെ രീതിയിലേക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് പറയുക. അതിപ്പോ ഞാനിപ്പോ ഇവിടെ ഈ ലൊക്കേഷനിലുള്ള കുറച്ചു പേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വെള്ളം ഒന്ന് കൊണ്ടുവരിക, ഞാനൊന്നൊരു ചെറുതായിട്ടുള്ള ലാഭില്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ലാഭമൊന്നും വേണ്ട സാറേ. ഇതുപോലത്തെ നമ്മളിപ്പോ ടെസ്റ്റുകൾ ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് റിസൾട്ട് നല്ലതായിട്ട്. അവര് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു അവരുടെ ലാട്രിൻ കാക്കൂസില് ഇതുപോലെ സെറാമിക്കിന്റെ അടുത്ത് മുഴുവനും യെല്ലോ കളർ ഉണ്ടായിരുന്നു, സ്ഥിരം അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇത് ഉപയോഗിച്ച് പിന്നെ ആ വെള്ളം ഉപയോഗിക്കുമ്പോ ഇപ്പൊ ആ കളർ ഇല്ലെന്ന് പറഞ്ഞു. അതൊരു ആലപ്പുഴ സൈഡ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കടൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഉപ്പുരസം ഉണ്ടാവും. ഉപ്പുരസം ഉണ്ടാവും. ഉപ്പിനെ നമുക്ക് സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ്. അത് നമുക്കതങ്ങനെ കുറയ്ക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ പറഞ്ഞ അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പ്രസന്റേഷൻ തന്നിട്ടുള്ള എൽസി മാഡത്തിനും താങ്ക്സ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു സമയം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പദ്ധതിയെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സൂമില് വന്നിട്ടുള്ള ഓരോ ആളുകളെയും വളരെ
സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. എന്തായാലും നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ് എന്ന് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇപ്പൊ ജോർജ് സാറൊക്കെ ഇതുപോലുള്ള ഓരോ പരീക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ട് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റുന്നത്. എപ്പോഴും പറയാണ്ട് കൃഷി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പേപ്പറിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് പഠിക്കണോ ഒന്നുമല്ല, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ്. ശരിക്കും നേരത്തെ എൽസി മാഡം പറഞ്ഞ ഒരു കർഷകർ തന്നെയാണ് സയന്റിസ്റ്റുകൾ എന്ന് പറയും നമ്മുടെ തോട്ടത്തിൽ. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പലരും ചോദിച്ചു ഉപ്പുരസം മാറോ അല്ലെങ്കിൽ കളർ വ്യത്യാസം മാറോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് വരുന്ന ആളുകളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ അക്വ pH ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്, pH ബാലൻസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണല്ലോ. അപ്പൊ അത് ആ ഒരു വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ ഏരിയ, ആ വെള്ളത്തിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനൊക്കെ അനുസരിച്ചിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ 100% കമ്പനി പറയുന്നുണ്ട് ഇത് pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ആണ്. അത് 100% കമ്പനി ഉറപ്പ് പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പല ഏരിയകളൊക്കെ ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ആളുകൾ ഇടുന്നുണ്ട്. നല്ല രീതിയിൽ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ അവർ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന pH ബാലൻസ് ആവുമ്പോൾ മാറുന്ന ഒരുപാട് പരിഹാരങ്ങൾ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യുക, റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ബാക്കി ഇനി നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കർഷകർക്ക് മാത്രമല്ല, നമ്മുടെ കമ്പനി 13 വർഷമായിട്ടുള്ള നമ്മുടെ ഈ ഒരു കമ്പനി കർഷകർക്ക് വേണ്ട ജൈവ കൃഷിയുടെ എല്ലാ സൊല്യൂഷൻസും നമ്മൾ കൊണ്ടുവന്നപ്പോ ഇത് കർഷകർക്ക് മാത്രമല്ല, വെള്ളം എന്ന ഈ ഒരു വെള്ളത്തിനൊരു ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഒരു പ്രളയത്തിന് ശേഷം നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വെള്ളത്തിന് നല്ല വെള്ളം കുടിക്കാനില്ല എന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നല്ല പൈസക്കാരും നല്ല ക്യാഷ് ഉള്ള ആളുകളൊക്കെയാണ് വെള്ളം pH ബാലൻസ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് വലിയ ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാലാണ് pH വാട്ടർ കിട്ടുക. അതിന് 90 രൂപ, 1/2 ലിറ്റർ വെള്ളത്തിന് പോലും അവർ ചാർജ് ഇടുന്നത്. നമുക്ക് കിട്ടുന്ന മിനറൽ വാട്ടറിൽ പോലും pH ബാലൻസ് ചെയ്തിട്ടുള്ള വെള്ളമല്ല. സാധാരണക്കാർ അത് അറിയാതെ പോകുന്നു. ഇതിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് pHന്റെ ഇമ്പോർട്ടന്റ്, pH വാട്ടർ കുടിച്ചാലുള്ള ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കമ്പനി ഇതിന്റെ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കൊടുക്കുന്നു. pH വാട്ടർ കുടിച്ചാലുള്ള ഇമ്പോർട്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും, സാധാരണക്കാരെ എല്ലാവർക്കും കൃഷി പോലും നമ്മൾ ചെയ്യുന്നത് അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ നിങ്ങൾ ഗ്രൂപ്പ് ഓൺലൈൻ ആയിട്ട് ഇതുപോലെ ആഴ്ചകൾ നമ്മൾ നടത്തുന്നത് മാക്സിമം ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കാനും അറിവ് നൽകാനും വേണ്ടിയിട്ട്, അറിവ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഇത് നല്ലൊരു സംരംഭത്തിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി കമ്പനി മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഓരോ സ്ത്രീകളുടെ കൈകളിലൂടെയാണ്. അപ്പൊ ഒരു സ്ത്രീ ശാക്തീകരണം കമ്പനി മുന്നോട്ട് വെച്ചപ്പോ ഇതൊരു വെറുതെ ഒരു വാക്കല്ല. നമ്മൾ ഒരുപാട് സംഘടനകൾ കണ്ടിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോ നമ്മുടെ വനിതാ ദിനൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക. അത് അതോടെ അവസാനിക്കും. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന് ഉദ്ദേശിക്കുന്ന സ്ത്രീ സ്വയം അവർക്ക് സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ അവര് പേഴ്സണലി അവര് ഡെവലപ്പ് ആവുക എന്നുള്ളത് ഉദ്ദേശിക്കുകയാണ് നമ്മുടെ വനിതാ നീര സമൃദ്ധി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലോട് കൂടി ഏതൊരു വനിതയ്ക്കും ധൈര്യത്തോടെ വരാൻ കഴിയാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ വനിതാ നീര സമൃദ്ധിയിലൂടെ കൊടുക്കുന്നത്. അപ്പൊ ഒരാള് ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ബിസിനസ്സുമായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് എടുക്കുന്ന കാര്യം, ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് റിസ്കുകൾ നമ്മളെ ഫേസ് ചെയ്യുന്നുണ്ട്. ആ റിസ്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാര സ്ത്രീക്കും, വീട്ടിലിരിക്കുന്ന ഒരു ചേച്ചി ആയിക്കോട്ടെ, ഇനി ഒരു കുടുംബശ്രീയിലേക്കൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു ചേച്ചി ആയിക്കോട്ടെ, വീട്ടുജോലിക്ക് പോകുന്ന ചേച്ചിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിലൊക്കെ നല്ല ഹയർ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സൈഡായിട്ടൊക്കെ നമുക്ക് തുടങ്ങാൻ കഴിയാവുന്ന ഒരു പദ്ധതി പോലെയാണ് നമ്മുടെ വനിതാ നീര സമൃദ്ധി പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 12,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. ഒരുപാട് സ്ത്രീകളെ നമ്മുടെ